ഇന്ന് രാവിലെ കുറച്ചധികം താമസിച്ചാണ് ഞാൻ എണീറ്റത്. നീർദോശയുടെ ബാറ്റർ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സവാളയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും 2 മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു മുട്ടക്കറി തട്ടി കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കണം. സാധാരണ ഏട്ടൻ്റെ അമ്മയാണ് ചോറ് വെക്കാറുള്ളത്. ആൾ 2 ദിവസമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിന്ന് വെക്കാനായിട്ട് പോകുന്നത്. കൂടെ തന്നെ നമുക്ക് വൈകിട്ട് ചായക്ക് കുടിക്കാനായിട്ട് കുറച്ച് കടലയും കൂടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടി. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അതായത് മഴ തോരും പെയ്യും വീണ്ടും തോരും പെയ്യും, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്ന് എളുപ്പം വേവുന്ന അരിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം അരമണിക്കൂർ മതി. അപ്പോൾ അതൊന്ന് കഴുകി ഞാൻ ഇടുന്നുണ്ട്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വിറകൊക്കെ കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോറ് കറക്റ്റായിട്ട് നോക്കി നമ്മൾ വേവിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോവുകയും പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പച്ച കപ്പയ്ക്കയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊന്ന് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കടുക് വറുത്ത് ഇതുകൂടി ഇട്ടൊന്ന് വേവിച്ചിട്ട് കുറച്ച് തേങ്ങയും ജീരകവും 2 കുഞ്ഞ് കാന്താരിയും കൂടെ ഒന്ന് ചതച്ച് അതൊന്ന് തോരനാക്കിയിട്ടുണ്ട്. ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഞാൻ ഇന്ന് സ്റ്റെയറിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. മോളുടെ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു, കുറച്ച് പൊട്ടിപ്പോയതും കുറച്ച് നല്ലതുമായിട്ടുള്ളത്. അപ്പോൾ പൊട്ടിപ്പോയതിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് നല്ലത് മാത്രം ഒന്ന് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഡംപ് ചെയ്ത് വെക്കുന്നത് ഇവളുടെ ഈ പെട്ടിക്കകത്താണ്. ഈ ഒരു ഏരിയ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വൃത്തിയാക്കിയിട്ടാലും കുറച്ചു നേരം കഴിയുമ്പോൾ വൃത്തികേടായിക്കോളും. കുറച്ച് മുണ്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മടക്കി മാറ്റി വെക്കുന്നുണ്ട് ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മുടെ ഇവിടെ ജംഗ്ഷൻ, അതായത് പേയാട് പോയാലാണ് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പെൺപിള്ളേർക്ക് കല്യാണത്തിന് കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ ഈ കിച്ചൺ സെറ്റ്. അപ്പോൾ എനിക്കൊരു കിച്ചൺ സെറ്റേ കിട്ടിയിട്ടുള്ളൂ ഗിഫ്റ്റായിട്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റിയാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമാണ് എടുക്കാറുള്ളത്. ഇന്നത് ക്ലീൻ ചെയ്തപ്പോൾ 1-2 ആളുടെ കളഞ്ഞുപോയ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. എണീറ്റ് വന്നപ്പോൾ ആൾക്കിത് സർപ്രൈസായിട്ട് കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫൈനലി 300 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മളിടുന്ന കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പകുതിയോളം നമ്മുടെ കർക്കിടകം ക്ലീനിങ് തീരാറായിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലവും കൂടിയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്. ടാറ്റാ.